ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാൻസി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലഞ്ച് സമയത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വെച്ചിട്ടോ. കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ. എല്ലാവരും വെക്കാറുണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും വെക്കാറുണ്ട്. കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്ക മീൻ കറി പോലെ വെക്കണതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ, ഇത് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് മാങ്ങ സീസണായ കാരണം പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ സവാള അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. എന്നിട്ട് ഈ മൂന്നിക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ പുരട്ടി വെച്ചേക്കാണ്. പച്ചമുളക് വേണ്ടവർക്ക് ഇടാം. ഇവിടെ ഇപ്പോൾ അതിൻ്റെ നേരം മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്ത് പച്ചമുളക് ഇട്ടാൽ ഒരു അവിയലിൻ്റെ ഒക്കെ ഇത് ഈ ചാറ് കുറച്ച് വെച്ചാൽ ഓക്കെ. അപ്പം നമ്മളിത് പുരട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്, അതിന് ശേഷം ഇത് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേണത്. അപ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വെച്ച് ആവശ്യത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇതിക്ക് അരപ്പും കൂടി വരുമ്പോൾ കുറച്ചും കൂടിയോ. അപ്പോൾ അമ്മ ഇതിക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. ഇതിക്ക് ഇട്ടത് നാളികേരം ചിരകിയതും ചെറിയുള്ളിയായിരുന്നു. അപ്പോൾ ഇത് രണ്ടിട്ട് നന്നായി അരയ്ക്കണം. അപ്പം ഞാൻ ക്യാമറ കൊണ്ടുവന്നപ്പോൾ അന്ന് വെച്ചാൽ നന്നായി അരയ്ക്കുന്നത് കാണിച്ചു തരാം. അത് പറഞ്ഞാൽ അമ്മയും നിൽക്കണം കേട്ടോ. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ക്യാമറയിൽ വരാം. ഓക്കെ, അപ്പം ഞാൻ അമ്മേനെയും കൂടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ സമയത്താണ് ഒരു കുഞ്ഞ് കാര്യം മറന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അതിലേക്ക് രണ്ട് കറിവേപ്പില എടുത്തിടെ. അപ്പം ഞാൻ വേവിക്കാൻ വെച്ചേക്ക് ഇത്തിരി കറിവേപ്പിലിട്ടു. പിന്നെ ഞാൻ എൻ്റെ പരിപാടിക്ക് കടന്നു. എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് എഴുതുമായിരുന്നു. പിന്നെ പഠിക്കുകയും ചെയ്യണ്ടായിരുന്നു. എഴുതുന്നതിൻ്റെ ഒപ്പം നമുക്ക് തലയിൽ കയറുമല്ലോ, അതാണല്ലോ നോട്ട് എഴുതണതിൻ്റെ ഗുണം. അപ്പം ഞാൻ എഴുത്തിലായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ എടുക്കണേ. ഓക്കെ, അപ്പം ഞാൻ അവിടെ വഴിയിൽ ആരോ പോകണുണ്ട്. അപ്പോൾ ആരാ ഒന്ന് നോക്കിയത്, അതാണ് ആ വേറൊരു എക്സ്പ്രഷൻ. അപ്പം നമ്മൾ കറി ഇവിടെ തിളച്ച് വന്നിരിക്കുന്നു. ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നന്നായി വെള്ളം വറ്റും. ആ സമയത്താണ് നമ്മൾ ഈ അരപ്പ് ചേർക്കേണ്ടത്. നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ വെജുകാർക്കൊക്കെ വേണമെങ്കിൽ മീൻകറി പോലെ കഴിക്കണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ശരിക്കും മീൻകറി വെക്കുമ്പോൾ വരുന്ന സാധനങ്ങളൊക്കെ അല്ലേ, സവാളയും പച്ചമുളകും അതേപോലെ തന്നെ നമ്മുടെ പച്ചമാങ്ങയൊക്കെ ഇടില്ലേ. ഇവിടെ മീനിന് പകരം എന്തിടണു, കോവയ്ക്ക ഇടണു. അപ്പം നമ്മൾ ബാക്കിയുള്ള ഈ അരപ്പൊക്കെ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഇങ്ങനെ ആ പാത്രത്തിലത്തെ ഫുള്ള് എടുക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലും ചെയ്യുന്നതാണ്, സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പക്ഷെ ഉടഞ്ഞ് പോകരുത് കഷ്ണം കേട്ടോ. തിളച്ചാൽ മതി, അധികം വേവണ്ട. ബാക്കി ഈ നാളികേരത്തിലിരുന്ന് ഈ അരപ്പിലിരുന്ന് കുറച്ച് കുഞ്ഞൊരു തിള വരണ വരെ ഇത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിൽ അരപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ കലക്കി ഒഴിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? മിക്കവരുടെ എൻ്റെ ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്. അപ്പോഴാണ് വേറെ എന്താ വെക്കുക. അപ്പോൾ രാത്രിയായപ്പോൾ ഉപ്പേരി വേണ്ട, തൊട്ട് കൂട്ടാൻ വല്ല ചാറുകറിയും വേണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉപ്പേരി മാറ്റിയിട്ട് ഇങ്ങനെയാക്കിയത്. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് തുടങ്ങി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ചിൻ്റെ സമയം. ഇന്ന് ഒക്കെ നാടൻ വിഭവമായിരുന്നു കേട്ടോ. കോവയ്ക്ക ഉണ്ടായിരുന്നു, പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഉണക്കമീൻ വറുത്തത്, പിന്നെ നമ്മളിപ്പം തന്നെ ഉണ്ടാക്കിയ കോവയ്ക്ക മീൻ കറി, അതായിരുന്നു സ്പെഷ്യൽ. നല്ല ടേസ്റ്റാട്ടോ ശരിക്ക്. അപ്പം ഇത് മൂന്നും കൂടി ഒരു പിടി പിടിച്ചുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഞാൻ ഈ സമയത്ത് മൂന്നാമത്തെ ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇടിയഞ്ചക്കയായിരുന്നു കേട്ടോ. ഇക്കൊല്ലത്തെ ആദ്യത്തെ ഇടിയഞ്ചക്കയായിരുന്നു. ഇടിയഞ്ചക്കല്ല, ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്കയായിരുന്നു. അത് നമ്മൾ ഇടിയഞ്ചക്കയായിട്ട് വെച്ച് കറി വെച്ചു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് രണ്ട് കറി മിക്സായിട്ട് ഇടയ്ക്ക് ഉണക്കമീനും കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. കോവയ്ക്ക മീൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. പിന്നെ ഉച്ചക്കലത്തെ ചോറൂണ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ നോട്ട് ഫുള്ളാക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുത്തിലാണ് ഗൈസ്. കുറച്ച് ഫുള്ളാക്കാനുണ്ട്, കാരണം കുറച്ച് നോട്ടൊന്നും ഫുള്ളല്ല ക്ലാസ്സിലെടുത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളാക്കി എടുക്കുകയാണ്. കഴിയുമെന്ന് വിശ്വാസത്തോടെ ഇരിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. അപ്പം നമ്മൾ നോട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ ഇത് ഇത്തിരി ചൂട് സമയമായ കാരണം ഇത്തിരി എന്താ പറയുക, ചൂടൊക്കെ ഉണ്ട്. അത് കാരണമാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ കേട്ടോ. പിന്നെ മുടി ജട പിടിക്കാണ്ടൊക്കെ ഞാൻ മെടഞ്ഞിടാറുണ്ട്. അത് കാരണം ഹെയർ സ്റ്റൈൽ കണ്ട് അരഞ്ഞിട്ടുണ്ട. ഇതാണ് ഇതിൻ്റെ പിന്നെ രഹസ്യം, ചൂട് കുറയ്ക്കാൻ മുടി മെടഞ്ഞിടുക. അത് മാത്രമേ നമ്മൾ മുടി വെച്ചിട്ട് ജടയൊക്കെ പിടിക്കുക. എനിക്ക് എൻ്റെ തലേമ്മ പെട്ടെന്ന് ജട പിടിക്കണം മുടിയായ കാരണം ഞാൻ എപ്പോഴും മെടഞ്ഞാണ് ഇടുക, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ നോട്ട് എഴുത്തഞ്ഞേ കുറച്ച്. അപ്പം ഞാൻ ആദ്യം എടുത്ത ക്ലിപ്പ് തന്നെ ഒന്നും കൂടി എടുത്തതുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കാണിക്കാം. എപ്പോഴും എൻ്റെ മുഖം കണ്ട ബോറടിക്കണ്ടല്ലോ.
ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമുക്കിനി ഇപ്പോൾ ആരോ വഴി കൂടെ പോയിട്ട് അതാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ബൈ.